ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് ഞാൻ സ്കെച്ച് പെന്നും വൈറ്റ് പേപ്പറും വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ബോട്ടിലായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി വൈറ്റ് പേപ്പറാണ് വേണ്ടത്. അപ്പോൾ ഞാൻ A4 ഷീറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് നോർമലായിട്ടുള്ള ഏതെങ്കിലും നോട്ട്ബുക്കിലെ പേപ്പറോ ഏതെങ്കിലും വൈറ്റ് പേപ്പർ എടുത്താൽ മതി. എന്നിട്ട് അതിനെ ചെറിയ പീസായിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് കീറി എടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ചെറിയ സ്ക്വയർ പീസുകളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ ചെറിയ പീസാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഗ്ലൂ ആണ് വേണ്ടത്. ഗ്ലൂവും വാട്ടറും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലൂ ആണ് കേട്ടോ കൂടുതൽ വേണ്ടത്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അത് ബോട്ടിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓരോ പീസായിട്ട് പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ബോട്ടിൽ മുഴുവനായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി ബോട്ടിലാട്ടുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. എല്ലാ ദിവസവും 5:30-ക്കാണ് കേട്ടോ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ആ ബോട്ടിൽ മുഴുവനായിട്ട് ആ പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതാ ഞാനത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു പ്ലാസ്റ്റിക് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തിന്നായിട്ടുള്ളൊരു പ്ലാസ്റ്റിക് ഷീറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ തിക്കായിട്ടുള്ളതോ തിന്നായിട്ടുള്ളതോ ഏതായാലും മതി. പിന്നെ കുറച്ച് സ്കെച്ച് പെന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന കളറുകളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പം ഡാർക്കായിട്ട് വരുന്ന ബ്ലാക്ക്, ബ്രൗണ്, അതുപോലെ ആഷ് കളർ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇനി ഓരോ സ്കെച്ച് പെന്ന് വെച്ചിട്ടും ഞാൻ ആ ഷീറ്റിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാട്ടർ കളർ വേണമെങ്കിലും ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാ കളർ വെച്ചിട്ടും ഞാൻ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വയലറ്റ്, ഡാർക്ക് ബ്ലൂ ഒക്കെ ആണെങ്കിൽ കുറച്ച് യൂസ് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ആകെ സ്പ്രെഡായിട്ട് പോവും. ഇനി ഞാനൊരു സ്പ്രേ ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലുള്ള വെള്ളം ഞാൻ ആ പെയിൻറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ കളർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഭാഗത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം സ്പ്രേ ചെയ്യേണ്ട, കുറച്ച് ചെയ്താൽ മതി. ഇനി ആ കളർ ആ ബോട്ടിൽക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ ബോട്ടിൽ മുഴുവനായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ഭാഗത്തും പല ഡിസൈനിലാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇത് ഞാൻ ആദ്യം പേപ്പറിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബോട്ടിൽ ചെയ്തത്. പക്ഷേ ബോട്ടിൽ ചെയ്തപ്പോൾ എനിക്ക് അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ ചെയ്യുമ്പോഴാണെങ്കിലും ഇതുപോലെ ഫ്ലോപ്പായി പോവാറുണ്ട് കേട്ടോ. എല്ലാം സക്സസ് ഒന്നും ആവാറില്ല. അപ്പോൾ എന്തായാലും ഇതൊരു വെറൈറ്റി ബോട്ടിലായിട്ടാണ്. അപ്പോൾ ആ ഐഡിയ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഓണം റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ ഓണ ആശംസകളെന്നും കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്തിട്ട് സക്സസ് ആവുകയാണെങ്കിൽ എനിക്ക് ഫോട്ടോ വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നെ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക. ഇനി ആ ബോട്ടിലിൻ്റെ നെക്കിൽ ഞാൻ ജൂട്ട് ത്രെഡും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓണം സ്പെഷ്യൽ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ട് നോക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.